അപ്പോഴേ സൺഡേ ഒക്കെ അല്ലേ. അപ്പോൾ സ്നാക്സായിട്ട് കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ ഏറ്റുപിടിച്ച് പറഞ്ഞതാ, വേണ്ട പുറത്തുനിന്ന് മേടിക്കണ്ട, ഞാനിന്നൊരു മുട്ട പപ്സ് ഉണ്ടാക്കാമെന്ന്. ആ എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ കയ്യിൽ ഓവനില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് മുട്ട പപ്സ് ആട്ടോ ഇന്നത്തെ താരം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ സവാളയും തക്കാളിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ലേ ഗ്രേവിക്ക് വേണ്ടിയിട്ട് അതൊന്ന് വഴറ്റാൻ വെച്ചു. പിന്നെ അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മാവിനെ ഒന്ന് സെറ്റാക്കി വെക്കാം. മാവിലേക്ക് കുറച്ച് ഉപ്പും ഒരു മുട്ടയും ഒരു കോഴിമുട്ടയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ അതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും എല്ലാം ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് ഡ്രൈ ഫ്രൈ ആക്കി ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റൂഫ് ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കതിലേക്ക് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മാവ് നേരത്തെ സെറ്റാക്കി വെച്ചതിന് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്ക്വയർ രൂപത്തിൽ വലുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ അത് ഓരോ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒന്ന് നീളത്തിന് ഒന്ന് ക്രോസ് ആയിട്ടും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കത്തി വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളതിൽ ഓരോ സ്ക്വയറിനെ എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട്, ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുന്നത്, ഓരോന്നിനെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തി എടുത്തിട്ട് പിന്നെ അതിലേക്കാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മൾ ഫില്ലിങ് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ടയും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റീം ചെയ്തിട്ടാട്ടോ എടുക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീമാക്കി എടുത്തിട്ട് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയത് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ടോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആകും, അതിൻ്റെ മേൾഭാഗമൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കണം നല്ലതുപോലെ. പക്ഷേ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്ത് എളുപ്പത്തിന് പെട്ടെന്ന് തന്നെ ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് തിരിച്ച് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുട്ട പപ്സിൻ്റെ ഒരു പെർഫെക്റ്റ് ലുക്കാണെന്ന് വെച്ചാൽ അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. നമ്മൾ ബേക്കറിയിലൊക്കെ ഇരിക്കുന്ന നല്ല മുരുമുരാന്ന് ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പപ്സ് അങ്ങനെയൊന്നുമല്ല കേട്ടോ. കാണാൻ ലുക്കൊന്നുമില്ല, പക്ഷേ ആ ഒരു കുറച്ചൊക്കെ എവിടേക്കും മുട്ട പപ്സിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തേ ഫൈനൽ ലുക്ക് ഇതാ കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇക്ക പറഞ്ഞത് ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചൊരു ഫീൽ ഉണ്ടെന്നാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.